ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു എഗ് സ്പെഗറ്റി ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് സ്പെഗറ്റിയും 3 മുട്ടയും ഒരു ചീസും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ മീഡിയം സൈസ് 2 സവാള കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് 2.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും, ഒരു മാഗി ക്യൂബ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് സ്പെഗറ്റി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പെഗറ്റി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. സ്പെഗറ്റിയുടെ കുക്കിംഗ് ടൈം വരുന്നത് 10 മിനിറ്റാണ്. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. ദേ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കണേ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി മുളകൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാടി വരണം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ദേ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഒറിഗാനോ ഇടാം. അതിനുശേഷം നമുക്ക് ഗരം മസാലയും അതുപോലെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. നമുക്കിനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 3 മുട്ടയില്ലേ, അതൊക്കെ ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചിടാം. ഇനി എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് എഗ് ഇതേപോലെ സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച സ്പെഗറ്റി ഇട്ട് കൊടുക്കാം.
ഇനിയാണ് മെയിനായിട്ടുള്ള പരിപാടി. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ചീസ് ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കാം. അപ്പോൾ ചീസ് അതിലിരുന്ന് മെൽട്ടായിക്കോളും. ചീസ് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദേ നമ്മുടെ എഗ് സ്പെക്കറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.